ഒരു ജീവനു വേണ്ടി സ്വകാര്യ ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് നടത്തിയ പരിശ്രമം വിഫലമായി. സ്വകാര്യ ബസ്സിൽ യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ ഇതേ ബസ്സിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട്ട് നിന്നും പട്ടാമ്പിയിലേക്ക് പുറപ്പെട്ട വടക്കുന്നാഥൻ ബസ്സിലായിരുന്നു സംഭവം. പാലക്കാട്ട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യുന്ന ചേലക്കര കുറുമല സ്വദേശി 79-കാരൻ നാരായണനാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ലക്കിടി കൂട്ടുപാതയിലെത്തിയ ഘട്ടത്തിലായിരുന്നു ദേഹാസ്വാസ്ഥ്യം. വെള്ളം നൽകിയ ശേഷം നേരെ കണ്ടേമ്പുറത്തെ വള്ളവനാട് ആശുപത്രിയിലേക്ക്. പിന്നെ യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ എവിടെയും നിർത്തിയില്ല. ഒറ്റപ്പാലം നഗരം ഉൾപ്പെടെ അവഗണിച്ചായിരുന്നു യാത്ര. ഡ്രൈവർ പടിഞ്ഞാറങ്കടി സ്വദേശി രതീഷും കണ്ടക്ടർ മണ്ണൂർ സ്വദേശി അനിൽകുമാറും പറളി സ്വദേശി രാജേഷും എടുത്ത തീരുമാനത്തിന് യാത്രക്കാരും പിന്തുണ നൽകി. ഇതിനിടെ ചിലർ ആശുപത്രിയിലേക്ക് ഫോണിൽ വിളിച്ച് ചികിത്സാ സംവിധാനങ്ങളെയും ജീവനക്കാരെയും തയ്യാറാക്കി നിർത്തി. രാവിലെ 11:19 ബസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തി. നിമിഷങ്ങൾക്കിടെ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന യാത്രക്കാരൻ അരമണിക്കൂറിനകം മരിച്ചു. യാത്രക്കാരനെ ആശുപത്രിയിൽ ഇറക്കിയ ബസ് സമയക്രമം തെറ്റിയതിനാൽ ട്രിപ്പ് മുടങ്ങി. തിരികെ ഒറ്റപ്പാലം വരെ ഓടി യാത്രക്കാരെ മുഴുവൻ സ്റ്റാൻഡിലിറക്കി. പട്ടാമ്പി വരെയുള്ള ഭാഗങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ കയറ്റിവിടുകയായിരുന്നു. പാലക്കാട് നിന്ന് എടുത്തു, പട്ടാമ്പിക്ക് പോയായിരുന്നു. യാത്രക്കാരൻ പൈസ മേടിക്കുമ്പോൾ ഒറ്റപ്പാലത്തേക്ക് ടിക്കറ്റ് എടുത്ത ആള് ഒറ്റപ്പാലത്തേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ കൂട്ടുപാത കഴിഞ്ഞപ്പോൾ ആള് വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഞാൻ കോളേജിലൂടെ നോക്കുമ്പോൾ ആള് കിടക്കണ്ടായിരുന്നു. വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം കൊടുത്തു. അപ്പോൾ പിന്നെ ആള് പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല, ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ നേരെ വെള്ളവനാട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.